തീർത്ഥാടകരുടെ എണ്ണം ആകെ 76,151. മോശമായ കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലുള്ള തീർത്ഥാടകർ കുറഞ്ഞതും ശബരിമലയിലും പരിസരങ്ങളിലും മഴ ശക്തമായതുമാണ് അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ ഈ കുറവ് വരുത്തിയത്. സജീവ് സി വാര്യർ ചേരുന്നു സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി. സജീവ്, ഗുഡ് മോർണിംഗ്. അവിടെ ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു, പക്ഷേ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉള്ളത്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തരും അങ്ങോട്ടേക്ക് എത്തുന്നത്. നിലവിലെ അവസ്ഥ എന്താണ്? മഴയുണ്ടോ സന്നിധാനത്ത്? ഗുഡ് മോർണിംഗ് അശ്വതി. രാവിലെ മുതൽ മഴയില്ല, പ്രശാന്തമായ കാലാവസ്ഥയാണ്. ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ മഴ ഉണ്ടായിരുന്നു. രാവിലെ നല്ല തോതിൽ മഴ പെയ്തു, പിന്നീട് രാത്രിയിൽ വരെ ചാറ്റൽ മഴ തുടർന്നു. ഇതെല്ലാം തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ആദ്യമായാണ് ഇത്രയും ഏറ്റവും കുറഞ്ഞ ഒരു സംഖ്യ മല കയറുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എല്ലാ ദിവസങ്ങളിലും 90,000-നും 85,000-നും മുകളിലാണ് എല്ലാ ദിവസത്തെയും സംഖ്യ ഉണ്ടായിരുന്നു. 1,00,000-ഓളം തീർത്ഥാടകർ ഓരോ ദിവസവും കയറി എത്തിയിരുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്നലെ ആകെ എത്തിയത് 76,151 പേർ മാത്രമാണ്. ഇന്നലെ ഉച്ചവരെ 50,000 പേർ മല ചവിട്ടിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ തിരക്ക് കുറയുകയാണ് ഉണ്ടായത്. ഇന്നും അതിന്റെ പ്രതിഫലനമുണ്ട്. ഇന്ന് രാവിലെയും തിരക്ക് കുറവാണ്. സാധാരണഗതിയിൽ ശനി, ഞായർ ദിവസങ്ങളിൽ തിരക്ക് കൂടും എന്ന് തീർത്ഥാടകരെ സംബന്ധിച്ച തീർത്ഥാടകർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുകൂടി ഒരുപക്ഷെ ആളുകൾ എത്താതിരിക്കാൻ കാരണമായിരുന്നിരിക്കാം. പിന്നീട് 12 വിളക്കിന് ശേഷമാണ് മലയാളികളായ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന വരാറുള്ളത്. എന്നാൽ 12 വിളക്ക് ആയതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞത് എന്ന് തോന്നുന്നു. ഏതായാലും ഇന്നലത്തെ പ്രത്യേക കാലാവസ്ഥ വലിയ തോതിലുള്ള തിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതേസമയം തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഏർപ്പാടെല്ലാം ദേവസ്വവും പോലീസും അടക്കമുള്ള അധികൃതർ ചെയ്തിരുന്നു. ആളുകൾക്ക് വേണ്ടത്ര ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു. കാരണം മലയാണ്, ചെങ്കുത്തായ കയറ്റങ്ങളാണ്, അവിടെയെല്ലാം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം മഴയുള്ളപ്പോൾ ഉണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ചും പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കാരണം അവിടെയെല്ലാം തന്നെ മലയിലൂടെ കാട്ടിലൂടെയുള്ള കാനനപാതയാണ്. കാനനപാതയിലെല്ലാം തന്നെ വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ അവിടെ പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഫോറസ്റ്റ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും സജ്ജരായിരുന്നു. അതുകൊണ്ട് ഇന്നലെ സുഗമമായ ദർശനം സാധ്യമായെങ്കിലും വലിയ തോതിലുള്ള തിരക്കൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും അതിന്റെ പ്രതിഫലനം കാണാനുണ്ട്. തീർത്ഥാടക എണ്ണത്തിൽ കുറവാണ്. 3,000-നും 4,000-നും ഇടയിൽ തീർത്ഥാടകരാണ് ഓരോ മണിക്കൂറിലും മല ചവിട്ടുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ സന്നിധാനത്ത് ഉഷപൂജയുടെ സമയമാണ്. 7:30ക്കാണ് ഉഷപൂജ. ഉഷപൂജയ്ക്ക് നട അടച്ചതുകൊണ്ടാണ് ഇപ്പോൾ തീർത്ഥാടകരെ ശ്രീകോവിലിനടുത്തേക്ക് കടത്തിവിടാത്തത്. നട തുറക്കുന്നതോടുകൂടി തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം സാധ്യമാകും. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, തീർത്ഥാടകർ വളരെ കുറവാണ്. അപ്പോൾ ഞായറാഴ്ചയാണെങ്കിലും ഒഴിവ് ദിവസമാണെങ്കിലും സുഗമമായ രീതിയിൽ ദർശനം നടത്താൻ സാധിക്കും. ഇതുപോലെ പോലീസ് അയ്യപ്പന്മാർ അടക്കമുള്ള ആളുകൾക്ക്, അതായത് പ്രായമായവർക്കും കുട്ടികൾക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 18 വഴി കയറി എത്തിയിരിക്കുന്ന ഒരു തീർത്ഥാടകന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്, അവരെ സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ തരത്തിൽ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ള വളരെ സുന്ദരമായ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തയും പറയാനുണ്ട്. ശരി, സജീവ് സി വാര്യരാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ കുറവ് ഭക്തരുടെ അവിടെ വന്നിട്ടുണ്ട്. അതിന് കാരണം ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ഭക്തരുടെ കുറവ്, അവിടുത്തെ മോശം കാലാവസ്ഥയെ തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്നത് കുറവാണ്. ഒപ്പം ശബരിമലയിലും പ്രദേശങ്ങളിലും ഇന്നലെയൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് സംഗീതപ്രിയൻ കൂടിയാണ് ശബരിമലയിലെ സ്വാമി അയ്യപ്പൻ. ദിനചര്യയിൽ പോലും ഉണ്ട് ആ സംഗീത പ്രേമം. നമുക്കറിയാം, ശ്രീകോവിൽ നട തുറന്നു എന്ന ജയവിജയന്മാരുടെ ആ പാട്ട് കേട്ടാണ് 3 മണിക്ക് അയ്യപ്പൻ ഉണരുന്നത്. രാത്രി ഉറങ്ങാൻ ഗാനഗന്ധർവന്റെ ഹരിവരാസനവും കേൾക്കും. മറ്റേതൊരു മൂർത്തിയേക്കാളും ശബരിമലയിലെ ശാസ്താവിന് ഗാനങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. മല കയറിയെത്തുന്ന ഓരോ സ്വാമിയും അതുപോലെ തന്നെ അയ്യപ്പന് ശരണം പിടിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. ശരണം പിടിക്ക് അതിൻ്റേതായൊരു താളമുണ്ട്.
ആ താളത്തിന് സംഗീതത്തിൻ്റെതായ ഒരു പിന്തുണയുമുണ്ട്. ഗാനങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ അല്ലാതെ അയ്യപ്പനെ നമുക്ക് ഓർത്തിരിക്കാനാകില്ല. ഒപ്പം തന്നെ ശബരിമലയിലെത്തുന്ന സന്നിധാനത്തെത്തുന്ന ഓരോ തീർത്ഥാടകനും പാട്ടുകളുടെ വലിയൊരു പുഷ്പാഭിഷേകം ലഭിക്കുന്നുണ്ട്. ഇരുമുടിക്കെട്ടുമായി ഇറങ്ങുമ്പോഴേ തീർത്ഥാടകന്റെ ചുണ്ടിലും കാതിലുമുണ്ട് സംഗീതം. ശരണമന്ത്രത്തിലും പേട്ടതുള്ളലിലുമുള്ള ഈണവും താളവുമാണ് കഠിനമായ ശരണവഴികൾ പണ്ടുതൊട്ടേ എളുപ്പമാക്കിയിരുന്നത്. പമ്പാ ഗണപതിയെ തൊഴുത് നീലിമലയും അപ്പാച്ചിമേടുമടക്കമുള്ള ചെങ്കുത്തായ കയറ്റങ്ങൾ കയറുമ്പോഴെല്ലാം കുറേയേറെ കാലമായി അയ്യപ്പന്മാർക്ക് പാട്ട് കൂട്ടായുണ്ട്. അയ്യപ്പസ്വാമിക്ക് ഉണരാനാണെങ്കിൽ ശ്രീകോവിൽ നട തുറന്നു എന്ന ജയവിജയന്മാർ പാടണം. രാത്രി ഉറങ്ങണമെങ്കിൽ ഗാനഗന്ധർവന്റെ ഹരിവരാസനം കേൾക്കണം. എന്നാൽ ധർമ്മശാസ്താവെന്ന മൂർത്തിക്ക് പാട്ടുമായി നേരിട്ട് ബന്ധമുള്ളതായി ഗ്രന്ഥങ്ങളിലൊന്നും സൂചനയില്ല. പിന്നെ എന്താകും അയ്യപ്പനെ ഗാനമൂർത്തിയാക്കുന്ന ഘടകം? ഗാനരചയിതാവ് കൂടിയായ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറയട്ടെ. ഈ പരമ ചൈതന്യത്തിൽ നിന്നാണല്ലോ നമ്മുടെ എല്ലാ കലാരൂപങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ ശിവനെ നടരാജമൂർത്തി എന്നൊക്കെ പറയുന്നതാണ്. എല്ലാ കലയും അവിടെ നിന്ന് തന്നെയാണ്. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ ഏകാന്ത ധ്യാനത്തിലിരിക്കുന്ന അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പനെ പാടി ഉറക്കുക, ഇപ്പോൾ ഹരിവരാസനത്തിന് ഇത്രയും പ്രകാരം ഉണ്ടായതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും നടയടയ്ക്കും. പക്ഷേ ഇവിടെ ഈ അയ്യപ്പനെ പാടി ഉറക്കി നടയടയ്ക്കുന്ന ഒരു അയ്യപ്പൻ എന്നൊരു സങ്കല്പമാണ്. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്ന ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സങ്കല്പങ്ങളാണ്. അപ്പോൾ അയ്യപ്പസ്വാമി ഏകാന്ത ധ്യാനത്തിലിരിക്കുന്ന ഈ സ്വാമിക്ക് ധ്യാന നിമഗ്നത ഉള്ള പാട്ടുകൾ ഒക്കെ ഇഷ്ടമാണ് നമ്മളങ്ങ് ധരിക്കുകയാണ്. മറ്റൊന്ന് ഈ മല കയറുന്ന അയ്യപ്പന്മാരെ അയ്യപ്പ തിന്തകത്വവും പാടിയോ അല്ലെങ്കിൽ സ്വാമി ശരണം വിളിച്ചോ ഒക്കെ തന്നെ അയ്യപ്പനെ ഉണർത്തുന്നതാണുള്ളത്. അപ്പോൾ ഈ പാട്ടും സംഗീതവും ഉടുക്ക് ഡമരും ഇങ്ങനെയൊക്കെയുള്ള പേട്ടതുള്ളി പാട്ട് പാടിയല്ലേ വരുന്നത്. അപ്പോൾ ശരണം വിളിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ അയ്യപ്പനെ നാദോപാസനയാണ് ഇതൊക്കെ. അന്തരംഗ വിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ എന്ന പാട്ടിലൂടെ ചോദിച്ചു പോയത് എന്തുകൊണ്ടാണെന്ന് കൂടി കെ ജയകുമാർ പറയുന്നത് കേൾക്കൂ. ഇതൊക്കെ ഒരു താളമാണ് കേട്ടോ. നമ്മൾ അയ്യപ്പനെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അയ്യപ്പനോട് എന്ത് പറയുന്നു എന്നുള്ളത് പാട്ടിലാവുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പല ഭാവത്തിൽ അയ്യപ്പനെ കാണുന്നു. അപ്പോൾ ഇത് അന്തരംഗ വിഹാരി. ഇവിടുന്ന് പോയാലും നമ്മളെ കൂടെ എങ്ങനെയാണ് അയ്യപ്പൻ വരുന്നത്? അന്തരംഗത്തിൽ വിഹരിക്കുക എന്നുള്ളതാണ്. അന്തര്യാമിയാകുന്ന ഭഗവാൻ. അപ്പം ഹൃദയശവാസി എന്നൊക്കെ ഭഗവത്ഗീതയെ പറയുന്നത്. ഹൃദയത്തിൽ ഈ സ്നേഹചൈതന്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും ശുദ്ധമാകും, സംഗീതവും വരും, എഴുതാനിരിക്കുമ്പോൾ എല്ലാം വരും. എഴുത്തൊരു വാസ്തവത്തിലൊരു സബ് കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. അൺകോൺഷ്യസ് നമ്മളൊരു സബ് കോൺഷ്യസ് ഉപബോധ മനസ്സിൽ നിന്നാണ് ഇത് വരുന്നത്. നമ്മൾ ബോധപൂർവ്വം ഇങ്ങനെ ഒരു പാട്ട് എഴുതി കളഞ്ഞിരുന്ന ഒരു വരി പോലും എഴുതാൻ പറ്റില്ല. മ്യൂസിക് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് വേറെ എവിടുന്നോ വരികയാണ്. ആ വേറെ എവിടുന്നോ എന്നുള്ളൊരു സ്രോതസ്സ് അത് ഈ വലിയ നമ്മുടെ എറ്റേണൽ ട്രൂത്തുമായിട്ട് മനസ്സിൻ്റെ അബോധത്തിലൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതാണ് ധ്യാനം. അതാണ് കയ്യിൽ വീണയും പാദങ്ങൾക്കരികിൽ വേദങ്ങളുമായി യോഗാസനത്തിലിരിക്കുന്ന ജ്ഞാനശാസ്താവിൽ ബ്രഹ്മദേവനും സരസ്വതി ദേവിയും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അയ്യപ്പൻ അറിവിന്റെയും കലകളുടെയും ദേവനാകുന്നത് ആ രൂപത്തിലെത്തുമ്പോൾ മാത്രമാണ്. എന്നാൽ ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിന് ഗാനമാണ് നിത്യമായ നൈവേദ്യം. നീല മലയുടെ മുകളിൽ നീ വസിക്കുന്ന അയ്യപ്പ എന്ന് പാടിയിട്ടുണ്ട് യേശുദാസ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കേൾക്കുന്ന ഗാനമടക്കം ഒട്ടേറെ ഗാനങ്ങളുടെ പശ്ചാത്തലമുണ്ട് സന്നിധാനത്തെ ഈ എല്ലാ ദൃശ്യങ്ങൾക്കും. ഓരോ അയ്യപ്പനും സംഗീതത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് മല കയറി എത്തുന്നത്. 18-ാം പടി കയറുമ്പോഴും പാട്ടുകളുടെ ഒരു പിൻബലമുണ്ട്. 18 മലദേവതമാരുടെ വനദേവതമാരുടെ അധിവാസ കേന്ദ്രം കൂടിയാണ് 18-ാം പടി. പാട്ടുകളില്ലാതെ തീർത്ഥാടനമില്ല. സന്നിധാനത്ത് നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18.